സർക്കാരിന്റെ കാലാവധി അവസാനിക്കും മുൻപ് സിൽവർ ലൈന് കേന്ദ്ര അനുമതി കിട്ടാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിൽ സംസ്ഥാന സർക്കാർ. മെട്രോമാൻ ഇ ശ്രീധരന്റെ അർദ്ധ അതിവേഗ പദ്ധതി കേരളം നിർദ്ദേശിച്ചിട്ടും അനുമതി ലഭിക്കുന്നില്ല എങ്കിൽ ജനങ്ങൾ രാഷ്ട്രീയ കാരണം സംശയിക്കും എന്ന് കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ.വി. തോമസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വാഗ്ദാനം പാലിക്കാൻ സർക്കാരിന് കഴിയാത്തതിന്റെ കാരണം ജനത്തിന് ബോധ്യമാകുമെന്നും കെ.വി. തോമസ് പറഞ്ഞു. ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ പ്രതിനിധി കെ.വി. തോമസ് നമ്മോടൊപ്പം ചേരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഇടയ്ക്ക് ചർച്ച ചെയ്ത വിഷയമാണ് സിൽവർ ലൈൻ്റെ വിഷയം. സിൽവർ ലൈന് വേണ്ടി താങ്കൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും താങ്കളെ അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി നിയോഗിക്കുകയും കേന്ദ്ര റെയിൽവേ മന്ത്രിയായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു. സിൽവർ ലൈനിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കൊരു ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. അപ്പോൾ നമ്മളിപ്പോൾ വന്ദേ ഭാരത് സ്വീകരിച്ച ആൾ, രണ്ട് കൈയും കെട്ടി സ്വീകരിച്ച ആളല്ല. ആ സന്ദർഭത്തിലാണ് മെട്രോമാൻ്റെ ഒരു പ്രപ്പോസൽ വന്നത്. ആ പ്രപ്പോസൽ നമ്മൾ കൊടുത്തു. ഇനി കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ വേണം എന്നുള്ളത്. BJPയുടെ ഭാഗമായിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് സ്വീകാര്യനായ മെട്രോമാൻ്റെ പ്രപ്പോസൽ പോലും കേരളം സ്വീകാര്യമാണ് എന്നറിയിച്ചിട്ടും കേന്ദ്രം അനുകൂലമല്ലാതിരിക്കുമ്പോൾ അതും പൊളിറ്റിക്കൽ തന്നെയല്ലേ? അല്ല, അങ്ങനെ ചിന്തിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പാടില്ല. മാഷ് അങ്ങനെ ചിന്തയാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. സിൽവർ ലൈൻ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയും മുമ്പ് ആരംഭിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അല്ലെങ്കിൽ വാക്കാലോ അല്ലെങ്കിൽ രേഖാമൂലമുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമോ? അല്ല, നമ്മൾ പ്രതീക്ഷയിലാണ്. നമ്മളിതിൻ്റെ കൂടെ നിൽക്കുവാണ്. മുഖ്യമന്ത്രി കൂടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ നല്ല വാക്ക് പറയുന്നുണ്ട്. അവരുടെ വാക്കുകൾ പൊന്നായി വരട്ടെ എന്ന് എനിക്ക് പറയാൻ. ഇപ്പോൾ 5 വർഷം പൂർത്തിയായി, സർക്കാർ പൂർത്തിയാകുമ്പോൾ പ്രകടന പത്രിക പറഞ്ഞ വാഗ്ദാനങ്ങൾ എല്ലാം നിറവേറ്റി, അല്ലെങ്കിൽ ഏതെല്ലാം നിറവേറ്റി എന്നുള്ളത് വിശദീകരിക്കും. അപ്പോൾ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കും. ജനങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളും. പിന്നെ എല്ലാവർക്കും അറിയാം ഈ ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരുമെന്ന്. അതിനൊരു ചിന്താഗതി ഉണ്ടല്ലോ ജനങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ഭയപ്പാടൊന്നും ജനങ്ങൾക്ക് ഉണ്ടാവില്ല. ക്യാമറ നല്ല മുരുകനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.